ഇന്നത്തെ എപ്പിസോഡിൽ PCOD അതായത് പോളിസിസ്റ്റിക് ഓവേറിയൻ ഡിസീസ് ഈ ഒരു അസുഖത്തിനുള്ള 3 ആസനാസ് യോഗാസനാസ് പരിചയപ്പെടാം. നമുക്കറിയാം PCOD ഉള്ളവർക്ക് പ്രധാനമായും എക്സസൈസ്, ഭക്ഷണ നിയന്ത്രണം, പ്രോപ്പർ റെസ്റ്റ്, പിന്നീട് മനസ്സിന് വളരെയധികം കാമായിട്ടുള്ള ഒരു അവസ്ഥ. ഈ 4 കാര്യങ്ങളും ഒരുമിച്ച് വന്നാൽ മാത്രമേ PCODക്ക് ഒരു അൾട്ടിമേറ്റ് സൊല്യൂഷൻ നമുക്ക് കണ്ടെത്താൻ കഴിയുകയുള്ളൂ. ഇതിൽ എക്സസൈസ് വളരെ പ്രധാനമുള്ള ഒരു കാര്യമാണ്. ഹോൾ ബോഡി വർക്കൗട്ട്, പ്രധാനമായും കോർ, നമ്മുടെ അബ്ഡോമിനൽ മസിൽസിനെ കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള എക്സസൈസിന് വളരെയധികം പ്രാധാന്യമുണ്ട്. അടിവയറിന് ധാരാളം മൂവ്മെൻറ്റ്സ് കൊടുക്കുന്ന രീതിയിലുള്ള എക്സസൈസിന് പ്രാധാന്യം കൊടുക്കണം. മാത്രമല്ല, നമ്മുടെ ഒരു ഹോർമോണൽ ഇംബാലൻസ് PCODയിൽ കണ്ടുവരുന്നു. അതുകൊണ്ട് തന്നെ ബ്രെയിൻ റിലേറ്റഡ് ആയിട്ടുള്ള, അതായത് നമ്മുടെ എല്ലാ ഹോർമോൺസിനെയും മെയിൻ കൺട്രോളർ എന്ന് പറയുന്നത് ബ്രെയിൻ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ബ്രെയിനിലേക്ക് നന്നായി സർക്കുലേഷൻ കൂട്ടുന്ന തരത്തിലുള്ള എക്സസൈസിനും PCODക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡിൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് കിടന്നുകൊണ്ട് ചെയ്യാവുന്ന 3 യോഗാസനം പരിചയപ്പെടാം. നമുക്ക് പവൻ മുക്താസനം എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. അതിനായി മാറ്റിൽ മലർന്നു കിടക്കാം. ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് റൈറ്റ് ലെഗ് മാക്സിമം കാൽമുട്ട് മടക്കാതെ ഉയർത്താം. ഇൻഹേൽ ആൻഡ് എക്സേൽ. ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് നന്നായി കാൽമുട്ടിനെ വയറിനോട് ചേർക്കാം. ലിഫ്റ്റ് യുവർ ഹെഡ്, ട്രൈ ടു ടച്ച് ദ നീ ജോയിന്റ്. ഡൗൺ ദ ഹെഡ്. വീണ്ടും ഇൻഹേൽ ആൻഡ് എക്സേൽ. ഡൗൺ. ലെഫ്റ്റ് ലെഗ് വെച്ചിട്ട് സെയിം റിപ്പീറ്റ് ചെയ്യാം. ഇൻഹേൽ, ലെഫ്റ്റ് ലെഗ് അപ്പ്. എക്സേൽ, നന്നായി വയറിനോട് ചേർത്ത് വയ്ക്കാം. Then lift your head, try to touch the knee joint. Down your head. Again inhale, up the left leg and exhale, down. 2 കാലുകളും ഒരുമിച്ച് ചേർത്ത് ചെയ്യാം. Inhale, up. Exhale, bend. Then lift your head, try to touch the knee joint. Okay, down. Nail up again. And slowly കാൽമുട്ടുകൾ മടക്കാതെ ഫ്ലോറിലേക്ക് കൊണ്ടുവരാം. ഒരു കംപ്ലീറ്റ് റൗണ്ട് പവൻ മുക്താസനം കഴിഞ്ഞു. ഇനി നമുക്ക് ഭുജംഗാസനം, രണ്ടാമത്തെ ഭുജംഗാസനം എങ്ങനെ ചെയ്യുന്നു നോക്കാം. അതിനായി മാറ്റിൽ കമിഴ്ന്ന് കിടക്കാം. ഷോൾഡറിനോട് ചേർത്ത് 2 കൈകളും പ്രസ് ചെയ്ത് വയ്ക്കാം. ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് ഉയർന്നു വരാം. നീൽ. അപ്പർ ബോഡി നന്നായി മുകളിലേക്ക്. സ്ട്രെച്ച് യുവർ നെക്ക് ടു ആൻഡ് എക്സേൽ ഡൗൺ. ഒരു തവണ കൂടി ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് നീൽ. കഴുത്തിന് നന്നായി സ്ട്രെച്ച് ചെയ്ത് കൊടുക്കാം. ശ്വാസത്തെ പിടിച്ചു നിർത്താം. ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് down your head on the floor. അടുത്തതായി നൗകാസനം പരിചയപ്പെടാം. അതിനായി മലർന്നു കിടക്കാം. കാലുകൾ ചേർത്ത് വയ്ക്കാം. നൗകാസൻ അഥവാ ബോർഡ് പോസ്. ശ്വാസം ഉള്ളിലേക്ക് എടുക്കാം. ആൻഡ് എക്സേൽ. ലിഫ്റ്റ് യുവർ ബോത്ത് ഹാൻഡ്സ്, ബോത്ത് ലെഗ്സ് ആൻഡ് യുവർ ഹെഡ്. കൈകളും കാലുകളും ഹെഡും ഒരുമിച്ച് ചേർത്ത്. ഓക്കെ, ദെൻ ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് lift your hands, your legs and your head together.
നമ്മുടെ ഹെഡും കാൽവിരലുകളും ഒരേ ലൈനിൽ വരത്തക്ക രീതിയിൽ ഉയരണം. ഇപ്പോൾ നമ്മൾ കണ്ടത് PCODക്ക് ചെയ്യാൻ കഴിയുന്ന, കിടന്നുകൊണ്ട് ചെയ്യാൻ സാധിക്കുന്ന 3 യോഗാസനാസാണ്. ഇതിൽ 3 എണ്ണവും 3 ടൈം വീതം, 3 തവണ വീതം ദിവസത്തിൽ പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. ദിവസേനയുള്ള പ്രാക്ടീസ് കൊണ്ട് നമുക്ക് ക്രമം തെറ്റിയുള്ള മാസമുറ അല്ലെങ്കിൽ കൂടുതലായുള്ള ഓവർ ബ്ലീഡിങ് തുടങ്ങിയ PCODയുടെ സിംറ്റംസിനെ കൺട്രോൾ ചെയ്യാനും PCODയുടെ സൈസ്, അതായത് നമ്മുടെ സിസ്റ്റിൻ്റെ സൈസും എണ്ണവും കുറയ്ക്കുന്നതിനും സഹായിക്കുന്നു. അടുത്ത എപ്പിസോഡിൽ ഒരു പുതിയ യോഗാസനവുമായി വരുന്നത് വരെ നന്ദി, നമസ്കാരം.